ശ്രീ കല്യാൺ സിംഗ് എന്ന BJPയുടെ മുൻകാല നേതാവും പലപ്പോഴും BJP വിട്ടുപോവുകയും തിരിച്ച് BJPയുടെ കൂടാരത്തിലേക്ക് മടങ്ങി വരികയും ചെയ്ത പഴയ UPയുടെ മുഖ്യമന്ത്രി ഇന്ന് രാജസ്ഥാൻ്റെ ഗവർണർ സ്ഥാനം അലങ്കരിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രാജ്യത്തെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർക്കൊക്കെ രാഷ്ട്രീയമുണ്ടാകാം. പക്ഷേ ചില സ്ഥാനങ്ങൾ രാഷ്ട്രീയ അതീതമായി നിലനിൽക്കണമെന്ന് നമ്മുടെ ജനാധിപത്യം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ശ്രീ കല്യാൺ സിംഗ് അദ്ദേഹം രാജസ്ഥാൻ ഗവർണറായി ഇരുന്നുകൊണ്ട് തന്നെ മാർച്ച് 25 നടത്തിയ പ്രസ്താവന ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കങ്ങളെ നേരിട്ട് അട്ടിമറിക്കുന്നതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഗവർണർ സ്ഥാനം അലങ്കരിക്കുന്നവർ, പ്രസിഡന്റ് പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ, അങ്ങനെയുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കണമെന്ന് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ നേരിട്ടോ അല്ലാതെയോ പിന്തുണയ്ക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് തന്നെ ലംഘനമാണെന്ന് മറ്റാരേക്കാളും അറിയാവുന്ന ഈ മുൻകാല BJPയുടെ നേതാവ് ശ്രീ മോദിയെ നിങ്ങൾ അധികാരത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം എന്ന് പരസ്യമായി പറയുമ്പോൾ BJPയുടെ പല നേതാക്കന്മാരുടെയും സ്വഭാവം അവരെവിടെയായിരുന്നാലും ഇന്ത്യൻ ജനാധിപത്യത്തെ പുച്ഛിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. ശ്രീ കല്യാൺ സിംഗിനെ പറ്റി പറയുമ്പോൾ ഈ രാജ്യത്തെ ഏറ്റവും അതിരൂക്ഷമായ ജനാധിപത്യ ദുരന്തമായി കരുതുന്ന ബാബറി മസ്ജിദ് തകർന്നു വീഴുമ്പോൾ അന്ന് അദ്ദേഹം UPയുടെ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ടാണ് ബാബറി മസ്ജിദ് തകർക്കുവാൻ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങൾ അന്നത്തെ BJPയുടെ നേതാക്കന്മാർക്കും BJPയുടെ അണികൾക്കും ചെയ്തു കൊടുത്തത്. അത്തരത്തിൽ കുപ്രസിദ്ധനായ ശ്രീ കല്യാൺ സിംഗിന് ബാബറി മസ്ജിദ് തകർന്നു വീണതിന് ശേഷം UPയിലെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു 2 വർഷക്കാലം UPയിലേക്ക് മുഖ്യമന്ത്രിയായി മടങ്ങി വന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലൂടെ BJP ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുപ്രസിദ്ധ രാഷ്ട്രീയ പാർട്ടിയായി മാറുകയായിരുന്നു. അത്തരത്തിൽ BJPയുടെ വളരെ മോശപ്പെട്ട നിലപാടുകൾ കൊണ്ട് കുപ്രസിദ്ധി നേടിയ ശ്രീ കല്യാൺ സിംഗ് അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായി തുടങ്ങുമ്പോഴും BJPയുടെ തനി സ്വഭാവം, RSSൻ്റെ അജണ്ടകൾ പരസ്യമായി പ്രകടിപ്പിക്കുവാൻ മടിക്കുന്നില്ല എന്നത് വളരെ ഗൗരവതരമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുക മാത്രമല്ല, തെരഞ്ഞെടുപ്പുകളെ പോലും അട്ടിമറിക്കുവാൻ BJPയുടെ നേതാക്കന്മാരും പ്രവർത്തകരും തയ്യാറാകുന്നു എന്നൊരിക്കൽ കൂടി തെളിയിക്കുന്ന ഈ സംഭവം ഇലക്ഷൻ കമ്മീഷൻ ഗൗരവതരമായി എടുക്കുമെന്നും ശ്രീ കല്യാൺ സിംഗിൽ നിന്ന് വിശദീകരണം നേടിക്കൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം തിരിച്ചെടുത്ത് ഇന്ത്യൻ ജനാധിപത്യത്തെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് രംഗത്തെ സംശുദ്ധമാക്കുമെന്നും പ്രതീക്ഷിക്കാം.